أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب زدنا علما. السلام عليكم ورحمة الله وبركاته. നൂറുൽ ഖുർആൻ അക്കാദമി സംഘടിപ്പിക്കുന്ന ഇന്നത്തെ തസ്കിയ മജ്ലിസിലേക്ക് എല്ലാ പ്രിയ സഹോദരിമാർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് വിശിഷ്ടാതിഥിയായി എത്തിച്ചേർന്നിട്ടുള്ള തൻസിഹ മാമിനെ ബഹുമാനപൂർവ്വം ഈ മജ്ലിസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയ സഹോദരിമാരെ, ഇമാം മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞു, ചെറിയ മക്കളെ ഇസ്ലാമിന്റെ സ്വഭാവത്തിലും മര്യാദകളിലുമായി പരിപാലിച്ച് വളർത്തിയെടുക്കൽ അനിവാര്യമാണ്. അല്ല, മറിച്ച് ചെറിയ മക്കളെ ഇസ്ലാമിക സ്വഭാവത്തിലും മര്യാദകളിലും വളർത്തിയെടുക്കൽ നിർബന്ധമാണ് എന്ന് പറയാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. കാരണം ചെറിയ മക്കൾ ഏതൊരവസ്ഥയിലാണോ വളർന്നു വരുന്നത് അതിലായിരിക്കും അവർ തുടർന്നു പോവുക. അവർ വലുതായി കഴിഞ്ഞാൽ അവർക്ക് മുമ്പ് പരിചയമില്ലാത്ത കാര്യങ്ങൾ അവരെ പരിശീലിപ്പിച്ചെടുക്കുക എന്നത് വലിയ പ്രയാസകരമായ കാര്യമായി മാറും. സ്നേഹവും വാത്സല്യവും കാരുണ്യവും ഇഴചേർന്ന പരിപാലനത്തിലൂടെ നമ്മുടെ മക്കളെ നമുക്കും സമൂഹത്തിനും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഉത്തമ വ്യക്തിത്വങ്ങളായി വാർത്തെടുക്കാം. ഇൻഷാ അള്ളാഹ് നൂറുൽ ഖുർആൻ അക്കാദമി ഒരുക്കുന്ന N2 ഇസ്ലാമിക് പാരന്റിംഗ് പ്രോഗ്രാമിലെ 4ാമത്തെ ദിനമാണിന്ന്. How Prophet Sallallahu Alaihi Wasallam raised the young companions. ഇന്നത്തെ നമ്മുടെ വിഷയം ഡെവലപ്പ് ദ മോറൽ എന്ന വിഷയത്തെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. മക്കളെ അറിയാം, മക്കൾക്കൊപ്പം വളരാം. ഇൻഷാ അള്ളാഹ് വിഷയാവതരണത്തിലോട്ട് കടക്കാം. അതിനായി തൻസിഹ മാമിനെ ക്ഷണിച്ചു കൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? എല്ലാവരും റെഡി അല്ലേ? ചാറ്റ് ബോക്സിൽ എന്തെങ്കിലും ഇട്ടാൽ ഹയറായിരിക്കും. ഓക്കെ, അൽഹംദുലില്ലാ. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അല്ലെ. നമ്മളിപ്പോ 3 സെഷൻ ഓൾറെഡി കഴിഞ്ഞു. അതില് 1ാമത്തെ സെഷനിൽ നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ നമ്മുടെ ഈ മൂവിയിലെ ക്യാരക്ടേഴ്സിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു അല്ലെ. ആരൊക്കെയാണ്? അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, കുട്ടികളും. ആരൊക്കെയാണ് നമ്മുടെ ഈ മൂവിയിലുള്ള ക്യാരക്ടേഴ്സിന്റെ സ്വഭാവങ്ങളും ഏജും കാര്യങ്ങളും എങ്ങനെയാ കാണാനൊക്കെ നമ്മൾ ഏകദേശം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. 2ാമത്തെ സെഷനിൽ നമ്മൾ എന്താ കണ്ടത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയായിരുന്നു ഇമോഷണൽ ബ്ലോക്ക് ബിൽഡ് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത്. എങ്ങനെ ഇമോഷണൽ ബ്ലോക്ക് ബിൽഡ് ചെയ്തത്? അതായത് സ്നേഹിച്ചിട്ട് ഭയങ്കരമായിട്ട് കുട്ടികൾക്ക് സ്നേഹം കൊടുത്തിട്ടും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടും കോൺഫിഡൻസോട് കൂടിയും റെസ്പെക്ട് കൊടുത്തിട്ടും ഓക്കെ, ഈ ഒരു രീതിയിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമോഷണൽ ബ്ലോക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. നെക്സ്റ്റ് സെഷനിൽ നമ്മൾ നോക്കി, ഇമോഷണൽ ബ്ലോക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിക്സ് ചെയ്തതിന് ശേഷമാണ് എന്ത് ഫിക്സ് ചെയ്യുന്നത്? അഖീദ എന്നുള്ള ബ്ലോക്ക്, അതായത് ഈമാന്റെ ബ്ലോക്ക് ഫിക്സ് ചെയ്യുന്നത്. അതിനുശേഷം ഇന്ന് നമ്മൾ ഇൻഷാ അല്ലാഹ് നോക്കാൻ പോകുന്നത് ഇബാദയാണ്. എങ്ങനെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു ഇഷ്ടത്തിന്റെ ആ ഒരു ബ്ലോക്കും ഈമാന്റെ ബ്ലോക്കും കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഇബാദത്തിന്റെ ആ ഒരു ബ്ലോക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിക്സ് ചെയ്തതെന്നാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഓക്കെ, നമ്മൾ കുട്ടികളിൽ നമ്മുടെ ഇബാദത്ത് അവരുടെ ലൈഫിൽ കൊണ്ടുവരുമ്പം നമ്മൾ ഫസ്റ്റ് നമ്മുടെ മൈൻഡിൽ കൊണ്ടുവരേണ്ട ഒരു കാര്യമുണ്ട്. ഓക്കെ, ഒരു കാര്യമല്ല, 3 കാര്യമുണ്ട്. എന്നും ഈ 3 കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നമ്മുടെ മൈൻഡിൽ എന്നും ഫിക്സ് ചെയ്ത് വെക്കാം. കുട്ടികളിൽ ഇബാദത്തിന്റെ ആ ഒരു സംഭവം കൊണ്ടുവരണമെങ്കിൽ 3 കാര്യങ്ങൾ എന്നും മൈൻഡിൽ വെക്കാം. 1ാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരിക്കലും കുട്ടികൾക്ക് നിർബന്ധമല്ല ഇബാദത്ത് ചെയ്യാന്നുള്ളത്. അതെന്നും ശരിക്കും മൈൻഡിൽ നിങ്ങൾ ഫിക്സ് ചെയ്ത് വെക്കുക.
ഓക്കെ, അതായത് ഒരു കുട്ടി പ്യൂബർട്ടിന്റെ സ്റ്റേജിൽ എത്തുന്നത് വരെ, അതിന്റെ താഴത്തെ സ്റ്റേജിലാണെങ്കിൽ ആ കുട്ടിക്ക് നിർബന്ധമല്ല ഇബാദത്ത് ചെയ്യൽ. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ എന്താ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരിക്കുന്നത്? അത് ട്രെയിനിങ് ആണ്. ട്രെയിനിങ് മാത്രമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ ടൈപ്പ് ഓഫ് ട്രെയിനിങ് ആണ് നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് 7 വയസ്സായാൽ നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കാനും 10 വയസ്സിൽ അടിക്കാനും ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അല്ലെ. അപ്പം 7 വയസ്സ് മുതൽ 10 വയസ്സ് വരെ നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ട്രെയിനിങ് ആണ്. ഓക്കെ, പക്ക ട്രെയിനിങ് ആണ് നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഒരാള് ഒരു ദിവസം 5 നേരം, ഓക്കെ, 7 വയസ്സ് മുതൽ ഒരു ദിവസം 5 നേരം നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ശീലിപ്പിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, നമ്മളൊരു കുട്ടീനെ ഇങ്ങനെ റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കണേ. 7 വയസ്സ് മുതൽ നമ്മൾ ഒരു കുട്ടീനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്, അല്ലെങ്കിൽ ശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഒരു ദിവസം 5 നേരം നമസ്കരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ടോട്ടല് 3 വർഷം, 7 to 10 ആണ് ഈ പറയുന്നത്. 3 വർഷം അതിൽ എല്ലാ ദിവസവും 5 നേരവും നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി ഓർമ്മിപ്പിക്കുന്നുണ്ട്, ചെയ്യിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യും, നമ്മൾ എത്ര പ്രാവശ്യം കുട്ടികളെ ട്രെയിൻ ചെയ്യിപ്പിച്ച് എത്ര പ്രാവശ്യം ഓർമ്മിപ്പിച്ചു എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ആ കുട്ടിക്ക് അതൊരു ശീലായിട്ട് മാറൂലേ? നമ്മൾ എന്തായാലും അത് ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. നമ്മൾ തന്നെ ഈ 3 വർഷം എല്ലാ ദിവസവും ഒരേ കാര്യം ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ശീലായിട്ട് മാറും, ഉറപ്പാണ്. അപ്പം ട്രെയിനിങ് ആണ് ഒന്നാമത്തെ കാര്യം. നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ട്രെയിനിങ് മാത്രമാണ്. പക്ഷെ നമ്മുടെ പ്രശ്നം എന്താന്ന് വിചാരിച്ചാൽ ജസ്റ്റ് ആലോചിക്കണം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളൊക്കെ കുട്ടികളെ ഈ 3 വർഷം അത്രയും അധികം ഇഷ്ടത്തോടെ ആ ഒരു ഭയങ്കരമായി സ്നേഹിച്ചിട്ടായിരുന്നു ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, ആ 3 വർഷവും അവർ നല്ലോണം മുറുക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ പൊതുവെ പാരന്റ്സിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാല്, നമ്മൾ അതുവരെ അങ്ങനെ ഭയങ്കരം ആ ഒരു ഇഷ്ടത്തോടെയും അങ്ങനെ റിവാർഡ് കൊടുത്തിട്ടും ഗിഫ്റ്റ് കൊടുത്തിട്ടൊന്നും ട്രെയിൻ ചെയ്യൂല. പക്ഷെ ഈ പാരന്റ്സ് മക്കളോട് തന്നെ പറയും എന്ത്, അടുക്കട്ടാ 10 വയസ്സായിട്ട്, 10 വയസ്സായാല് അടിച്ചോ എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അവിടെ തന്നെ കുട്ടിക്ക് എന്ത് ഇമ്പാക്ട് വന്നു? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടിക്കാനാ പറയുന്നത്. ആ ഒരു ഇമ്പാക്ട് വന്നു. ഞാൻ എത്രയോ പ്രാവശ്യം കേട്ടിട്ടുണ്ട് പാരന്റ്സ് പറയുന്നത്, ആടുക്ക് 10 വയസ്സായിട്ട്, 10 വയസ്സായാല് അടിക്കാം, അതുകൊണ്ട് ഒരു പ്രശ്നമില്ല. പക്ഷെ ഈ 3 വർഷം ഈ പാരന്റ് ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ഇടക്ക് നിസ്കരിക്കണടാ, ഇതാക്കണടാ, അങ്ങനെ മാത്രം പറയുന്നു മാത്രമല്ലാതെ കറക്റ്റ് ആയിട്ട് ആ ഒരു ട്രെയിനിങ് കൊടുത്തിട്ടില്ല. നമുക്കെന്താ, നമ്മളെ പ്രശ്നം എന്ന് പറഞ്ഞാല് അടിക്കാൻ വേണ്ടിട്ട് ഭയങ്കര ആവേശമാണ്. എന്തോ ജസ്റ്റ് തീവ്രവാദികളായിട്ട് പെരുമാറുന്ന പോലെ അടിക്കാന്ന് പറഞ്ഞാല് നമുക്ക് ഭയങ്കര ആവേശമാണ്. നിസ്കരിച്ചില്ലേ, അടുത്ത് 10 വയസ്സായിട്ട് ഞാൻ നിന്നെ അടിക്കൂടാ എന്നുള്ള ആ ഒരു മെന്റാലിറ്റി ഉണ്ടല്ലോ, അത് ആദ്യം നമ്മൾ മാറ്റുക. 7 to 10 അത് നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന ഏറ്റവും വലിയൊരു കയറാണ്. അതുകൊണ്ട് മുറുക്കെ പിടിച്ചോ. ആ 7 to 10 3 വർഷം എല്ലാ ദിവസവും 5 നേരം ഒരു കുട്ടീനെ ഓർമ്മിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കുട്ടീനെ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ആ കുട്ടിക്ക് അത് ശീലായിട്ട് മാറും, ഉറപ്പാണ്. രണ്ടാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല്, ആ കുട്ടി നമ്മുടെ സൈഡാണുള്ളത്. ഓക്കെ, നമ്മുടെ സൈഡാണ്. ഗോൾ പോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സൈഡാണ്. ഒരിക്കലും വിചാരിക്കരുത് ഇതൊരു യുദ്ധമൊന്നുമല്ല. കുട്ടിയും നമ്മളും തമ്മിൽ ഒരു യുദ്ധമൊന്നുമല്ല. നമസ്കരിക്കടാ, ഇതാക്കടാ, എടാ നീ എന്താ നിസ്കരിക്കാട്ടെ, നീ എന്താ ഹിജാബ് ഇടാത്തെ, ഇതൊരു യുദ്ധമല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. കുട്ടി എന്ന് പറയുന്നത് നമ്മളെ സൈഡാണ് ഉള്ളത്, എല്ലാം നമ്മുടെ സൈഡിലാണ് ഉള്ളത്. നമുക്ക് തീരുമാനിക്കാം. കാരണം ആ കുട്ടി ഏതുവരെ എത്തിയിട്ടില്ല, പ്യൂബർട്ടിന്റെ സ്റ്റേജ് എത്തിയിട്ടില്ല. പ്യൂബർട്ടിന്റെ സ്റ്റേജിന്റെ താഴത്തുള്ള കുട്ടികളുടെ കാര്യം പറയുന്നത്. സൈക്കോളജിക്കലി നോക്കുകയാണെങ്കിൽ നമുക്കൊരു ടെൻഷന്റെ ആവശ്യമില്ല. കാരണം ആ കുട്ടിക്ക് നിർബന്ധമില്ല നിസ്കരിക്കണം എന്നുള്ളത്, ഹിജാബ് ഇടണം എന്നുള്ളത് ആ കുട്ടിക്ക് നിർബന്ധമല്ല. അതുകൊണ്ട് നമുക്ക് ആ ഒരു ടെൻഷന്റെ ആവശ്യമില്ല. നമ്മൾ എന്തുമാത്രം ചെയ്താൽ മതി? അങ്ങേയറ്റം എഫേർട്ട് എടുത്തിട്ട് അങ്ങേയറ്റം കുട്ടിയോട് ഇഷ്ടത്തോടെ നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കുക എന്നുള്ള കാര്യം മാത്രം ചെയ്താൽ മതി. ഒരു ദിവസം നമ്മൾ തോറ്റുപോകും, പ്രശ്നമില്ല. സെക്കൻഡ് ഡേ നമ്മൾ ഒന്നും കൂടിയും നല്ല രീതിയിൽ എഫേർട്ട് എടുത്തിട്ട് ചെയ്യാം. ട്രെയിനിങ് ആണല്ലോ, ഇത് നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യമില്ല. ട്രെയിനിങ് ആണ് നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താ ചെയ്യാ? ഒരിക്കൊന്നും തോറ്റുപോകും. ഓക്കെ, നെക്സ്റ്റ് ആ കുട്ടിനോട് പിന്നെ ഇരുന്ന് മനസ്സിലാക്കുക, ആ ഇമോഷണൽ ബ്ലോക്ക് കൊണ്ടുവരിക, പിന്നെയും ആ കുട്ടീനെ മേലോട്ടേക്ക് എടുക്കുക. ഇതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ തന്നെ വേറൊരു കാര്യം എന്ന് പറയാനുള്ളത്, കുട്ടി തന്നെ മുസ്ലിം ആണല്ലോ, വേറെ ഒരു പ്രശ്നമില്ലല്ലോ, നമ്മുടെ കുട്ടിയാണ്, മുസ്ലിമാണ്, ആ കുട്ടിയുടെ ഫിത്രത്താണ് നമസ്കരിക്കുക എന്നുള്ളത്. ജസ്റ്റ് ആ കുട്ടി എന്ത് മാത്രമാണ് വെയിറ്റ് ചെയ്യുന്നത്? നമ്മൾ സ്നേഹത്തോടെ ആ കുട്ടീനെ റിമൈൻഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ആ കുട്ടിക്ക് എന്തുമാത്രം മതി? നല്ല സ്നേഹത്തോടെ ഇതിനോട് ഇഷ്ടപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ്. ആ കുട്ടി വെയിറ്റ് ചെയ്യുന്നതാണ് നമ്മളെ. അല്ലാതെ ഈ ഒരു എന്താ പറയാ, ഒരു ദേഷ്യം പിടിച്ചിട്ടോ ഒരു
2 ദിവസം നിസ്കരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഭയങ്കര പ്രഷർ ആവാൻ തുടങ്ങും. ആവശ്യമില്ല. കാരണം ജസ്റ്റ് ആലോചിച്ച് നോക്ക്, ഇത് ട്രെയിനിങ് പീരീഡ് മാത്രമാണ്. ഒരു ദിവസം ആ കുട്ടി നിസ്കരിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, പിന്നെ അവിടെ അടിയോ ഇതൊന്നും ചെയ്യാതെ ദേഷ്യം പിടിക്കാതെ ഒരുപാട് കുട്ടീനെ വഴക്ക് പറയാതെ നെക്സ്റ്റ് നമസ്കാരത്തിൽ അത് കോപ്പപ്പ് ചെയ്യാൻ വേണ്ടിട്ട് നോക്കുക. അപ്പൊ നിസ്കരിക്കുക എന്നുള്ളത് ആ കുട്ടീന്റെ ഫിത്രത്താണ്, അത് ആദ്യം മനസ്സിലാക്കുക. അപ്പം എല്ലാം നമ്മുടെ സൈഡാണുള്ളത്. വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ, മൂന്നാമത്തെ കാര്യം എന്താന്ന് വെച്ചാല്, ആ കുട്ടിക്ക് ഇതുവരെ പ്യൂബേർട്ടിന്റെ സ്റ്റേജിൽ എത്തിയിട്ടില്ല. പ്യൂബേർട്ടിന്റെ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാല് പിന്നെ ഒരുപാട് സംഭവങ്ങൾ ബോഡിയിലെ ഹോർമോൺ ചേഞ്ച് ചെയ്യുന്നതിന് നമ്മുടെ ഉള്ളിലും പല കാര്യങ്ങളും വരും. സെക്ഷുവൽ ഡിസയർ വരും, ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യണം, എനിക്ക് ഇതുപോലും ചെയ്യേണ്ട ആവശ്യമില്ല, അങ്ങനെ പല കാര്യങ്ങളും ഈ കുട്ടിക്ക് വരാൻ തുടങ്ങും. അതുകൊണ്ടാണ് പറയുന്നത് പ്യൂബേർട്ടിന്റെ സ്റ്റേജ് എത്തുന്നതിന് മുമ്പ്, അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ഏജ് തന്നെ ഫിക്സ് ആക്കിയത് 7 to 10. ആ ഒരു ഏജ് എന്ന് പറയുന്നത് അത്രയും ക്രൂഷ്യൽ ആണ്. അപ്പൊ എന്താക്കുക, നമ്മൾ അങ്ങേയറ്റം ട്രെയിൻ ചെയ്യുക. അപ്പൊ ഇതാണ് നമ്മളൊരു ഫ്രെയിം വർക്ക് ചെയ്തിട്ട് അവിടെ വെക്കുക. അതായത് 3 കാര്യങ്ങൾ. ഒന്ന്, ആ കുട്ടിക്ക് നിർബന്ധമില്ല എന്ന് മനസ്സിലാക്കുക, നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത് മാത്രമാണ്. രണ്ടാമത് എന്താണ്, ആ കുട്ടി മുസ്ലിമാണ്, പ്രശ്നമില്ല, നമ്മുടെ സൈഡ് തന്നെയാണുള്ളത്. ആ കുട്ടീന്റെ ഉള്ളിൽ ഫിത്രത്താണ് എന്ത്, നമസ്കരിക്കുക എന്നുള്ളത്. നമ്മളൊന്ന് ആ ഒരു ഹിക്മത്തോടു കൂടി ഡീൽ ചെയ്താൽ മാത്രം മതി. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ആ കുട്ടി നമ്മളെ വെയിറ്റ് ചെയ്യുന്നെന്ന് ശരിക്കും മനസ്സിലാക്കാം. കുട്ടി നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ ശരിക്കും നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഡ്യൂട്ടി. അതായത് നമ്മൾ എത്ര ചെറുതിലേ അതിങ്ങനെ ഫിക്സ് ചെയ്തിട്ട് വരുന്നോ അത്രയും എളുപ്പമായിരിക്കും കുട്ടിക്ക് വലുതായി കഴിഞ്ഞാല് അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് പോവാൻ. വലുതായി കഴിഞ്ഞിട്ട് പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ടഫായിരിക്കും. നമ്മൾ എത്ര ചെറുതിലേ അത് പിടിക്കുന്നോ അത്രയും എളുപ്പമായിരിക്കും ആ കുട്ടിക്ക് പിന്നെ ലൈഫ് ലോങ് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. നമുക്ക് ഓരോരോ ഹദീസുകൾ നമുക്ക് ഇനി ഓരോന്നായിട്ട് നോക്കാം. ഒരു ഫേമസ് ഹദീസ് ഉണ്ട്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഫേമസ് ഹദീസ് ഉണ്ട്. അതായത് ബൈഹഖിയിൽ കാണാൻ പറ്റുന്നതാണ്. അതായത് നിങ്ങളെ കുട്ടികളെ നല്ലോണം നോക്കുക എന്നുള്ളത്, നല്ലോണം കെയർ ചെയ്യുക, നല്ലോണം ഇഷ്ടപ്പെടുക എന്നുള്ളത്, കുട്ടികളോട് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്യിപ്പിക്കുക എന്നുള്ളത്. എന്നിട്ട് എന്താ പറയുന്നത് ലാസ്റ്റ്, നല്ല ശീലം, അതായത് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹാബിറ്റ് ആക്കി മാറ്റുക എന്നുള്ളത്. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട്, നമ്മളെ കുട്ടികള് എഡിക്റ്റഡ് ആയി പോകുന്നത് എന്തില്, നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ജസ്റ്റ് നമസ്കാരം മാത്രമല്ല ട്രെയിൻ ചെയ്യേണ്ടത്. ഫസ്റ്റ് പറഞ്ഞത് ആ കുട്ടിയെ കെയർ ചെയ്യാന്നാണ്. കെയർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, ആ കുട്ടിയെ അത്രത്തോളം ഇഷ്ടപ്പെടുക, അത്രത്തോളം സ്നേഹിക്കുക, അത്രത്തോളം കെയർ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമസ്കാരം ട്രെയിൻ ചെയ്യിപ്പിക്കുക. എന്നിട്ട് ആ കുട്ടികളിൽ നല്ല 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 ശീലങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത്. പിന്നെ ആ കുട്ടി വലുതായി കഴിഞ്ഞാലും നല്ല ശീലങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആ കുട്ടിക്ക് ചെയ്യാതിരിക്കാൻ പറ്റൂല. പല രീതിയിൽ ആ കുട്ടി പല കാര്യങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, വേറൊരു ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും, റുബയ്യ ബിൻത് മുആദ് എന്ന് പറഞ്ഞ ഒരു ലേഡി, ഒരു സഹാബി വനിതയാണ്. ആ സ്ത്രീ, ആ ഒരു സഹാബി വനിത പറയുന്നുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് നോമ്പെടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ആശൂറാന്റെ ടൈമിൽ നോമ്പെടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. എന്നിട്ട് നമ്മളെല്ലാവരും നോമ്പെടുക്കുമായിരുന്നു. കൂടെ തന്നെ നമ്മളെ കുട്ടികളെയും ട്രെയിൻ ചെയ്യിപ്പിക്കുമായിരുന്നു നോമ്പെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഈ കുട്ടികളെ കൊണ്ട് ട്രെയിൻ ചെയ്യിപ്പിക്കും നോമ്പെടുക്കാൻ വേണ്ടിയിട്ട്. അതിനു വേണ്ടിയിട്ട് അവർ എന്താ ചെയ്യാന്ന് വിചാരിച്ചാല്, വൂളിനെ കൊണ്ട് അവർ ടോയ്സ് ഉണ്ടാക്കും. ഓക്കെ, ഓൾറെഡി വൂളിനെ കൊണ്ട് കുറെ ടോയ്സ് ഉണ്ടാക്കിയിട്ട് അവർ അവിടെ വെക്കും. എന്നിട്ട് കുട്ടികൾ കരയുന്ന ടൈമായാല് ഈ വൂളിനെ കൊണ്ടുള്ള ആ ടോയ്സ് എടുത്തിട്ട് എന്ത് ചെയ്യും, ഇങ്ങനെ ആ കുട്ടികളെപ്പേര് ഇരുന്നിട്ട് ഡിസ്ട്രാക്ട് ചെയ്യും. ആ ഒരു വിശപ്പും കാര്യങ്ങളൊക്കെ എന്താവും, ഡിസ്ട്രാക്ട് ആക്കാൻ വേണ്ടിയിട്ട് ഈ ടോയ്സ് കുട്ടികളെ കൈമിൽ കൊടുത്തിട്ട് അവരുടെ ടൈം സ്പെൻഡ് ചെയ്യും എന്നാ പറയുന്നത്, ഈ നോമ്പ് ബാങ്ക് കൊടുക്കുന്നത് വരെ. ഇവിടെ ഇനിയിപ്പം പറയും, ഇത്ര ആവശ്യമുണ്ടോ, ഇങ്ങനെ നോമ്പെടുക്കേണ്ടല്ലോ ആവശ്യമുണ്ടോ? അങ്ങനെയല്ല. കാരണം അവർക്ക് അറിയാമായിരുന്നു എത്രത്തോളമാണ് ട്രെയിനിങ്ങിന്റെ വാല്യൂ എന്നുള്ളത്. ഇത്ര ചെറുതിലെ ട്രെയിനിങ്ങിന്റെ വാല്യൂ കൊടുത്താൽ, അങ്ങനെയായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ട്രെയിനിങ് ചെയ്തതെന്നുള്ളത് അവർക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു. കൂടെ തന്നെ വേറൊരു കാര്യം നമുക്ക് ഇവിടെ നോട്ട് ചെയ്യാനുള്ളത്, അവർ ടോയ്സ് ഉണ്ടാക്കി കൊടുക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് അവർ കരണിനെങ്കിൽ അവരുടെ കൂടെ ഇരുന്നിട്ട് ആ സമയം വരെ ഈ ടോയ്സിനെ കൊണ്ട് കളിക്കും എന്നുള്ളത്. അത്രത്തോളം അവരൊക്കെ ഈ കുട്ടികളോടെ കളിക്കുക എന്ന് പറയുന്നത് ഒരു ഇബാദത്തായിട്ട് മാത്രമാണ് കണ്ടത്. നമുക്ക് എന്താണത്, ഒരു പണി പോലെയാണ് നമ്മൾ കാണുന്നത്. കളിക്കണല്ലോ, ചെയ്യണല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു രീതിയിലാണ് പല ആൾക്കാരും കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർക്ക് പക്ഷെ അതൊരു ഇബാദത്താണ്. അപ്പൊ നമുക്ക് എന്താ വലിയ കാര്യം, നോമ്പിന്റെ സമയത്ത് കുറെ സമൂസ വരികണം, ചിക്കൻ റോൾ ആക്കണം, അങ്ങനെ ആക്കണം. പക്ഷെ ഈ കുട്ടീനെ ട്രെയിൻ ചെയ്യിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ വലിയ വിഷയമല്ല. ഏറ്റവും വലിയ കാര്യമാണ് ഇപ്പുറത്തുള്ളത്. പക്ഷെ ആവശ്യമില്ലാത്ത പല കാര്യത്തിലും നമ്മൾ ഇങ്ങനെ മുഴുകിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ എന്താക്കുക, കാരണം ഇത് മാത്രല്ല, നോമ്പിൻ്റെത് മാത്രല്ല ഇവർ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്.
സെൽഫ് കൺട്രോൾ എന്ന് പറഞ്ഞൊരു സംഭവം കൂടിയാണ്. അവനവനെ കൺട്രോൾ ചെയ്യാന്നുള്ള ഒരു കാര്യം കൂടിയാണ് ഈ നോമ്പോട് കൂടി അവർ ട്രെയിൻ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് ഇബാദത്തിന്റെ കാര്യം വരും. നമുക്ക് നമസ്കാരം മാത്രം എടുക്കാം. ഒരുപാട് ഇബാദത്തുകൾ ഉണ്ട് നമുക്കറിയാലോ. ഒരു കേസ് സ്റ്റഡി ആയിട്ട് നമുക്കൊരു നമസ്കാരം മാത്രം എടുക്കാം. അതായത് ഹജ്ജ് ഉണ്ട്, സക്കാത്ത് ഉണ്ട്, നോമ്പുണ്ട്. പക്ഷെ ഇതൊക്കെ വർഷത്തിൽ ഒരിക്കൽ വരുന്ന സംഭവങ്ങളാണല്ലോ. നമസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കേണ്ട കാര്യമാണ്. കൂടെ തന്നെ എല്ലാ പാരന്റ്സിനും ഉള്ള ഏറ്റവും വലിയ ടെൻഷനാണ് എന്റെ കുട്ടി നമസ്കരിക്കുന്നില്ല എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താക്കാം, നമസ്കാരത്തിനെടുത്തിട്ട് എങ്ങനെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളിൽ നമസ്കാരത്തിനോടുള്ള ആ ഒരു ഇഷ്ടം കൊണ്ടുവന്നേ നമുക്ക് ഇൻഷാ അല്ലാഹ് ഇന്ന് നോക്കാം. ഓക്കെ, എങ്ങനെയാണ് ആ ഒരു ഇബാദത്ത് കുട്ടികളിൽ കൊണ്ടുവന്നേന്നുള്ളത്. എന്റെ ഒരുപാട് റിസർച്ചിന് ശേഷം എനിക്ക് മനസ്സിലായ കാര്യം എന്താന്ന് വെച്ചാല്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 3 കാര്യങ്ങൾ കുട്ടികളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നമസ്കാരത്തിന്റെ കാര്യത്തിൽ നമസ്കാരം ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് 3 കാര്യങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് നല്ല ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സറൗണ്ടിങ്സ്, പോസിറ്റീവ് ആയിട്ടുള്ള ആ ഒരു സാഹചര്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. രണ്ടെന്ന് പറഞ്ഞാല് ഒരുപാട് ഗിഫ്റ്റുകളും നല്ല നല്ല വാക്കുകളും ഈ ഒരു ഇബാദത്ത് ചെയ്തു കഴിഞ്ഞാൽ, ഈ നമസ്കാരം എന്ന് പറഞ്ഞൊരു ഇബാദത്ത് ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് ഗിഫ്റ്റ്, ഒരുപാട് എന്താ പറയാ നല്ല നല്ല വാക്കുകൾ, അങ്ങനത്തെ കാര്യങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആ കുട്ടിയെ തന്നെ ഒരു ലീഡർ ആക്കിയിട്ട് മാറ്റും. ആ കുട്ടിക്ക് തന്നെ ഒരു ഫീൽ ആവും, ഞാൻ ഭയങ്കരാണ്, ഞാൻ ഒരു ലീഡർ ആണെന്നുള്ള ആ ഒരു ഫീലിംഗ് ഈ നമസ്കാരത്തിന്റെ ടൈം വരുമ്പോൾ ആ കുട്ടികളിൽ അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവരും. അപ്പൊ നമുക്ക് ഓരോന്ന് എടുത്തിട്ട് ഡീപ്പായിട്ട് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളിൽ കൊണ്ടുവന്ന ഒന്നാമത്തെ കാര്യം, നമസ്കാരം ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് ഒന്നാമത്തെ കാര്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നത് പോസിറ്റീവ് ആയിട്ടുള്ള എൻവിറോൺമെന്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇനിയിപ്പോ ഞാൻ പിന്നെയും നിങ്ങളോട് പറഞ്ഞ് ബോറടിപ്പിക്കും. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തല ഇങ്ങനെ തടവലുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. പക്ഷെ ഇപ്രാവശ്യം എന്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തുകൊണ്ടിരുന്നത്? കുട്ടികളുടെ കവളിൽ ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അതായത് ജാബിർ ഇബ്നു സുമ്ര എന്ന് പറയുന്ന ഒരു സഹാബി, അതായത് നമ്മള് വലിയൊരു സഹാബി ആയിട്ട് കാണരുത്, കുട്ടിയാണ്. വയസ്സ് എന്ന് പറയുന്നത് 7 9 വയസ്സ് മാത്രം പ്രായമാണ്. ഓക്കെ, ഈ ജാബിർ എന്ന് പറഞ്ഞ ഈ ഒരു കുട്ടി പറയുന്നുണ്ട്, ഞാൻ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിലേക്ക് പോവാറുണ്ടായിരുന്നു. ഓക്കെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ നമസ്കരിക്കുമായിരുന്നു. ഈ കുട്ടി എന്ന് പറയുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കുടുംബം ഒന്നുമല്ല. ഓക്കെ, ഒരു ചെറിയൊരു കുട്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ നമസ്കരിക്കുന്നുണ്ട്. ഇനി ജസ്റ്റ് നോക്കണേ, ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് നിങ്ങളുടെ മൈൻഡിൽ ഇമാജിനേഷനിൽ കൊണ്ടുവരണേ. ക്യാമറ പിടിക്കുന്നത് ആരാണ്? ജാബിർ എന്ന് പറഞ്ഞ ഒരു കുട്ടിയാണ്. ഓക്കെ, എന്നിട്ട് ഈ ക്യാമറയിലൂടെ നമുക്ക് എന്ത് സീന് കാണിച്ചു തരുന്നതാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നടക്കുന്നുണ്ട്. ഓക്കെ, ആ ക്യാമറയിലൂടെ നമ്മൾ കാണുന്നതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നടക്കുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലൂടെ ഒരുപാട് കുട്ടികൾ ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പാസ് ചെയ്യുന്ന എല്ലാ കുട്ടികളെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കവളിൽ ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ കുട്ടികളെയും ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഈ ക്യാമറയിൽ കാണുന്നതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൈ ഈ ക്യാമറയിലേക്ക് നമ്മൾ ഇങ്ങനെ കാണുന്നതാണ്. എന്നിട്ട് ഈ കൈ എവിടത്തേക്കാ പോകുന്നത്? ഈ ക്യാമറ പിടിച്ച ജാബിർ എന്ന് പറഞ്ഞ കുട്ടിയുടെ കവളിലേക്ക് ഇങ്ങനെ പോകുന്നതാണ്. എന്നിട്ട് ഇങ്ങനെ തടവി കൊടുക്കുന്നതാണ്. കാരണം എന്താണ്? ഈ കുട്ടി ആ പള്ളിയിലേക്ക് വന്ന് നമസ്കരിച്ചതിന് വേണ്ടിയിട്ട് മാത്രം. അതാ പറയുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ജസ്റ്റ് ഒന്ന് ആലോചിച്ചു. ഈ കുട്ടിക്ക് നിർബന്ധമുണ്ടോ പള്ളിയിൽ വന്ന് നമസ്കരിക്കണം എന്നുള്ളത്? ഇനി പെൺകുട്ടികളാണെങ്കിൽ ആ ഒരു ടൈം വന്നിട്ട് നമസ്കരിക്കണം എന്നുള്ളത് ഈ കുട്ടിക്ക് നിർബന്ധമില്ലാത്ത കാര്യമാണ്. വയസ്സ് 7 9 മാത്രം പ്രായമാണ്. എന്നിട്ടും ആ കുട്ടി അവിടെ നമസ്കരിക്കുന്നുണ്ടെങ്കിൽ എത്രത്തോളം നമ്മൾ ആ കുട്ടികളെ പുകഴ്ത്തണം. ജസ്റ്റ് ഒന്ന് ആലോചിക്ക്. നമ്മൾ എന്തിനാ നിർബന്ധം പറഞ്ഞ് നമ്മൾ അവിടെ പോയി നിസ്കരിക്കുന്നത്? ഒന്ന് പേടിയുണ്ട്, ഒന്ന് അള്ളയോട് സംസാരിക്കണം, അതൊക്കെ നമുക്ക് ഇപ്പം വന്ന കാര്യമല്ലേ. ജസ്റ്റ് ആലോചിച്ച് നോക്ക്. ആ ഒരു 7 വയസ്സ് മുതൽ 10 വയസ്സുള്ള ആ ഒരു കുട്ടിക്ക് എന്താ ഉള്ളത്? ആ കുട്ടികളെ മൈൻഡ് കളിക്കണം എന്നുള്ള ആ ഒരു മൈൻഡ് മാത്രല്ലേ. എന്നിട്ടും ആ കുട്ടികൾ പറയുമ്പോൾ വന്നിട്ട് നമസ്കരിക്കുന്നുണ്ടെങ്കിൽ എത്രത്തോളം നമ്മൾ ആ കുട്ടികളെ പുകഴ്ത്തണം, എത്രത്തോളം ആ കുട്ടിക്ക് എത്ര ചെയ്താലും മതിയാവൂല അല്ലെ ആ കുട്ടികള്. കാരണം നമ്മുടെ ടൈമൊക്കെ നിസ്കരിക്കുന്നു പറഞ്ഞാൽ നിസ്കരിച്ചെന്ന് പറഞ്ഞിട്ട് വന്ന ആൾക്കാരൊക്കെ ഉണ്ട് അല്ലെ. പക്ഷെ ഇപ്പത്തെ കുട്ടികൾ എന്ന് പറയുമ്പോൾ നിസ്കരിക്കുന്ന പറയുമ്പോൾ ഓക്കെ, അവർ വന്നിട്ട് അവിടെ നമസ്കരിക്കാൻ വേണ്ടി റെഡിയാണ്. അപ്പം അത്രത്തോളമായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു എൻവിറോൺമെന്റ് ക്രിയേറ്റ് ചെയ്തത്. ഏത് കാര്യത്തിലായിക്കോട്ടെ, ഏത് ഇബാദത്തിലായിക്കോട്ടെ, അത്രത്തോളം കുട്ടികളെ റെസ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അത്രത്തോളം കുട്ടികളെ കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ത് ഇബാദത്ത് ചെയ്താലും
ആ ഒരു കവളിൽ ഇങ്ങനെ തടി കൊടുക്കുക, ആ ഒരു നല്ല കാര്യങ്ങൾ പറയാ, ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചെയ്ത ഒരു കാര്യമായിരുന്നു. വേറൊന്നും കൂടി നമുക്ക് നോക്കാം. അബു മഹ്ദൂറ എന്ന് പറഞ്ഞ ഒരു സഹാബി ഉണ്ടായിരുന്നു. ഈ സഹാബി മനസ്സിലാക്കുക, ഈ സ്ലൈഡ് അല്ല, വേറെ സ്ലൈഡാണ്. ഇതല്ല ഇതന്നെ. ഓക്കെ, അബു മഹ്ദൂറ എന്ന് പറഞ്ഞ ഒരു സഹാബി. ഓക്കെ, നിങ്ങൾ ശരിക്കും ഇതൊക്കെ ഒരു സീനായിട്ട് തന്നെ കാണണേ, നമ്മളൊരു മൂവി കാണുന്ന ആ ഒരു ഫീലിംഗിൽ തന്നെ കാണാം. അതായത് ഈ അബ്ദു മഹ്ദൂറ എന്ന് പറഞ്ഞ ഈ ഒരു സഹാബി പണ്ട് വലുതായ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മുസ്ലിം ആയത്. ആ കുട്ടീന്റെ ഏജ്, ആ ചെറിയ ഏജില് പറയുന്ന ഒരു കാര്യമാണ്, അവിടെ ആ സമയത്ത് നടന്ന ഒരു സംഭവമാണ്. 16 വയസ്സാണ്. ഓക്കെ, ആ സമയത്ത് 16 വയസ്സാണ്. അബു മഹ്ദൂറ എന്ന് പറഞ്ഞ ആ ഒരു കുട്ടിക്ക് 16 വയസ്സാണ്. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളും ഫതഹ് മക്കയില് വിജയിച്ചിട്ട് അവിടെ വന്നല്ലോ. എന്നിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് കഅബന്റെ മേലെ കയറിയിട്ട് ബാങ്ക് കൊടുക്കാൻ വേണ്ടി പറയുന്നില്ലേ, ആ സമയത്ത് ഈ 10 കുട്ടികൾ, ഒരു 10 കുട്ടികൾ അവിടെ താഴെ നിന്നിട്ട് ഈ ബിലാൽ റളിയല്ലാഹുവിനെ കളിയാക്കുന്നുണ്ടായിരുന്നു. അതായത് അവർക്ക് എന്ന് പറഞ്ഞാൽ ഒരു കറുത്ത മനുഷ്യന് കഅബന്റെ മേലെല്ലാം കയറിയിട്ട് എന്തായി പറയുന്നുള്ള ആ ഒരു ഫീലിംഗ് ആണ്. ഓക്കെ, ശ്രദ്ധിക്കണേ, 16 വയസ്സാണ്. ഓക്കെ, ആ ഒരു ടീനേജ് പ്രായമുള്ള കുറച്ച് കുട്ടികൾ അവിടെ നിൽക്കുന്നുണ്ട്. ബാക്കി എല്ലാ സഹാബാക്കളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ നിൽക്കുന്നുണ്ട്. ബിലാൽ റളിയല്ലാഹു മേലേന്ന് ബാങ്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ 10 കുട്ടികൾ എന്താ ചെയ്തോണ്ടിരുന്നത്? ബിലാൽ റളിയല്ലാഹു അല്ലാഹു അക്ബർ എന്ന് പറയുന്ന സമയത്തും ഈ കുട്ടികൾ കളിയാക്കും. ഓ അല്ലാഹു അക്ബർ എന്തായി പറയുന്നുള്ള ആ ഒരു രീതിയിൽ ബിലാൽ റളിയല്ലാഹു എന്തൊക്കെയാണോ പറയുന്നത് അതുപോലെ ഈ കുട്ടികൾ എന്താക്കും, കളിയാക്കാൻ വേണ്ടി തുടങ്ങി. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു. ഓക്കെ, എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ കണ്ട എന്താന്ന് വിചാരിച്ചാല്, അതില് ഒരു കുട്ടിക്ക് നല്ല സൗണ്ട് ആണ് എന്നുള്ളതാണ്. ഭയങ്കര രസമുണ്ട് ആ കുട്ടിയുടെ സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളത്. അങ്ങനെ എന്തായി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു? ആ 10 കുട്ടികളെയും എന്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിട്ട് പറഞ്ഞു. അങ്ങനെ ഈ 10 കുട്ടികളെയും സഹാബാക്കളെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ നിർത്തിച്ചു. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇനി നിങ്ങൾ ബാങ്ക് കൊടുക്കുന്ന് പറഞ്ഞു. അതായത് ആ കേട്ട സംഭവം തന്നെ ഇനി നിങ്ങൾ പറയാന്ന് പറഞ്ഞു. ജസ്റ്റ് ആലോചിക്കണേ, മുസ്ലിം അല്ല, മുഷ്രിക്കാണ്. അബു മഹ്ദൂറ ആ സമയത്ത് മുഷ്രിക്കാണ്, മുസ്ലിം അല്ല. ഓക്കെ, എന്നിട്ട് എല്ലാവരും എന്താക്കി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ വന്നില്ലേ, ആ ഒരു ബേജാറുണ്ടാവുമല്ലോ, ടെൻഷൻ ഉണ്ടാവുമല്ലോ. എന്നിട്ട് എന്താക്കി, അതുപോലെ ഇങ്ങനെ കുറച്ച് അറിയാവുന്ന വാക്കുകളൊക്കെ പറഞ്ഞു. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി മനസ്സിലായി ഈ കുട്ടിയാണ് അവിടെ കളിയാക്കുന്ന സമയത്ത് ഏറ്റവും നല്ല സൗണ്ട് ഉണ്ടായത് എന്നുള്ളത്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബാക്കി 9 ആൾക്കാരും കൂട്, നീ ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞു. ശരിക്കും ഇതൊന്ന് ആലോചിക്കണേ, നമ്മുടെ ഇപ്പത്തെ കാലഘട്ടത്തിലാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ആലോചിച്ചോക്കട്ടെ, ഒരാള് ഇങ്ങനെ ഒരു 16 വയസ്സുള്ള കുട്ടികൾ കളിയാക്കുന്ന സമയത്ത് നമ്മൾ തിരിച്ചങ്ങോട്ട് എന്തൊക്കെ ആ കുട്ടീനോട് പറയും, എന്തൊക്കെ രീതിയിൽ നമ്മൾ ആ കുട്ടീനോട്. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും ചെയ്യാതെ ആ കുട്ടിയുടെ സൗണ്ട് മാത്രമായിരുന്നു നോക്കിയത്. എന്നിട്ട് നെക്സ്റ്റ് ചെയ്ത കാര്യം നോക്കണേ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നിട്ട് ഈ കുട്ടിയുടെ തലയിൽ ഇങ്ങനെ തടവിയിട്ട് നെഞ്ചില് ചെസ്റ്റിന്റെ അവിടെ ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചു. ആ സമയത്ത് അബു മഹ്ദൂറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ആ സമയത്ത് എനിക്ക് വേറെ തന്നെ ഒരു ഫീലിംഗ് ആയിരുന്നു വന്നത്, ഒരു സമാധാനം പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു എന്നുള്ളത്. എന്നിട്ട് ബാക്കി ഹദീസ് എന്ന് പറഞ്ഞാല്, പിന്നീട് ആ ഒരു മൊമെന്റ് ആണ് ഈ അബു മഹ്ദൂറ 16 വയസ്സുള്ള ഈ കുട്ടി ഇസ്ലാം മതം സ്വീകരിച്ചു. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബാക്കിയുള്ള ബാങ്ക് ഈ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പം നമ്മളെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ നമ്മള് ചില ആൾക്കാർ പറയും, അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയതുകൊണ്ടല്ലേ, നമുക്കെല്ലാം ഇപ്പൊ അങ്ങനെ പറ്റുമോ നോക്കി. നമ്മൾ ട്രൈ എങ്കിലും ചെയ്തിട്ടുണ്ടോ? ജസ്റ്റ് ഒന്ന് ആലോചിച്ചേക്ക്. നമ്മള് ഒരു 16 വയസ്സുള്ള ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ എന്തെങ്കിലും ചെയ്യാതിരിക്കും, എന്തെങ്കിലും കളയാക്കി പറയുന്ന സമയത്ത് നമ്മള് ആ കുട്ടിയുടെ അടുത്ത് വന്നിട്ട് ഒന്ന് തല തടവിയിട്ട് ഒന്ന് ഹഗ്ഗൊക്കെ ചെയ്തിട്ട് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടീനെ വിചാരിക്കും, എന്റെ ഉമ്മക്ക് എന്താ പറ്റിയേ, ആ കുട്ടി അവിടെ താഴും. ഇപ്പം അബു മഹ്ദൂറ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, എനിക്ക് ആ സമയത്ത് ഒരു സമാധാനം വന്നെന്ന് പറഞ്ഞില്ലേ, അതുപോലത്തെ ആ ഒരു സമാധാനം അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അതാക്കുന്നത്. ആ ഒരു സമാധാനം ആ മക്കളിലേക്കും വരും. കുട്ടികൾ എന്നെ ഷോക്കാവും, ഇതെന്താ എന്റെ ഉമ്മക്ക് പറ്റി എന്നുള്ള ഒരു ഫീലിംഗ്. നമ്മൾ എന്താ ചെയ്യാ, അങ്ങനെ ഒരു കുട്ടി ഒന്ന് ഇങ്ങോട്ട് പറഞ്ഞെങ്കിൽ 2 അങ്ങോട്ട് നമ്മൾ പറയും. അപ്പൊ ആ കുട്ടി സ്വാഭാവികം, വേറെ ചോയ്സ് ഇല്ല, ഉമ്മയാണ് ഇനി അങ്ങോട്ട് തിരിച്ചൊന്നും പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞാല് മൂടും ഇങ്ങോട്ടാക്കിയിട്ട് ദേഷ്യം പിടിച്ചിട്ട് അങ്ങോട്ടേക്ക് പോകും. ഉമ്മ അല്ലെങ്കിൽ തിരിച്ചങ്ങോട്ട് 2 വാക്ക് അങ്ങോട്ടും പറയും.
ഈ ഒരു രീതിയിൽ നമ്മൾ പോകും. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയല്ലായിരുന്നു കണ്ടത്. ഏത് പ്രശ്നങ്ങളും എന്തുണ്ടെങ്കിലും അതില് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എൻവിറോൺമെന്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. വേറൊരു പോയിന്റ് ഇവിടെ ഉള്ളത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ബാങ്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഒരു ടച്ചിലൂടെയാണ്. ആ ഒരു തല തടവിയിട്ടും ആ ഒരു നെഞ്ചിൽ കൈവച്ചിട്ടും ആ ഒരു സമയത്താണ് ബാങ്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അല്ലാതെ ഇങ്ങനെ ഇരുത്തി പഠിപ്പിച്ച് പഠിക്കുക, നീ എന്താ പഠിക്കാത്ത, നീ എന്താ ഈ ദുആ പഠിക്കാത്ത, അങ്ങനല്ല. ആ ഒരു ഫീലിങ്ങോട് കൂടി, ആ ഒരു സ്നേഹത്തോടു കൂടിയായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ കാര്യങ്ങളും, എല്ലാ ഇബാദത്തുകളും അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവന്നത്. അപ്പം ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മള് കുട്ടികൾക്ക് ഒരു ഇബാദത്ത് പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എൻവിറോൺമെന്റ്, കിസ് ചെയ്തിട്ടും അവരെ തൊട്ടിട്ടും അവരെ തല തടവിയിട്ടും അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് എന്താക്കുക, അവരിൽ ഇബാദത്ത് കൊണ്ടുവരിക. അതിപ്പം 12 വയസ്സായാലും ശരി, 14 വയസ്സായാലും ശരി, 16 വയസ്സായാലും ശരി, അത് നമ്മൾ മാറാൻ വേണ്ടിയിട്ട് നോക്കുക. എനിക്ക് ഇപ്പൊ ഇവിടെ പറയാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാല്, ശരിക്കും നടന്നൊരു കാര്യമാണ്. ക്യൂ ന്യൂസ് എന്ന് പറഞ്ഞൊരു ന്യൂസിൽ ഒക്ടോബർ 2000 വന്നൊരു ന്യൂസ് ആണ്. ഒരു കുട്ടി പേപ്പറിൽ എഴുതിയതാണ്, എഡിറ്ററിന് എഴുതിയിട്ട് കൊടുത്തതാണ്. അതായത് ആ കുട്ടി 16 വയസ്സുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടി ആ കമ്മ്യൂണിറ്റിയിലെ വലിയ വലിയ ഇമാമുകളോടും വലിയ വലിയ പ്രായമുള്ള ആൾക്കാരോടും ആ കുട്ടി പറയുന്ന കാര്യമാണ് ഈ ന്യൂസിൽ വന്നിട്ടുള്ളത്. ശരിക്കും നടന്നതാണ്. ഒക്ടോബർ 2000 ഒരു ന്യൂസിൽ വന്ന ഒരു റിപ്പോർട്ടാണ്. അതായത് ആ കുട്ടി പറയുന്നത് എന്താന്ന് വെച്ചാല്, ശരിയാണ്, നിങ്ങൾ വലിയ ആൾക്കാരോട് പറയുന്നതാണ്, ആ നാട്ടിലത്തെ ഇമാമുകളോടും വലിയ വലിയ ആൾക്കാരോടും പറയുന്ന ഒരു കാര്യമാണ്. ആ കുട്ടി പറയുന്നത് എന്താന്ന് വെച്ചാല്, ശരിയാണ്, നിങ്ങൾ ഹലാല് ഭക്ഷണം കഴിക്കേണ്ട റെസ്റ്റോറന്റും എല്ലാം നിങ്ങൾ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. വലിയ വലിയ പള്ളികൾ നിങ്ങൾ പണിതിട്ടുണ്ട്. എന്നിട്ട് വലിയ വലിയ പള്ളികൾ ഞാൻ ഉണ്ടാക്കിയെന്ന് ഭയങ്കരമായിട്ട് പൊങ്ങച്ചം പറയുന്നുമുണ്ട്. ശരിയാണ്, നിങ്ങൾ അത് ചെയ്തിട്ടുണ്ട്, ഇത് ചെയ്തിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നമ്മൾ കുട്ടിക്ക് അറബി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ഒരുപാട് മദ്രസകളാക്കിയിട്ടുണ്ട്, എല്ലാം നിങ്ങൾ ആക്കിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇന്നേ വരെ ഒരു പള്ളിയിലും മനുഷ്യന്മാരെ കണ്ടിട്ടില്ല എന്നുള്ളത്. ഇത് ശരിക്കും ഒരു കുട്ടി എഴുതിയതാണ്, സ്റ്റോറി ഒന്നുമല്ല, ഒരു കുട്ടി ശരിക്കും എഴുതിയ കാര്യമാണ്. ഞാൻ ഒരു പള്ളിയിലും നല്ലൊരു മനുഷ്യന്മാരെ കണ്ടിട്ടില്ല എന്നുള്ളത്. കാരണം ഞാൻ പള്ളിയിൽ പോയാൽ കാണുന്നത് ഒന്നെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായിരിക്കും. ജുമാ കുത്തുബക്ക് പോയാൽ മറ്റേയാളെ പറ്റിയിട്ട് ഇമാമ് ഇപ്പുറത്തെ ആളെ കുറ്റം പറയുന്നുണ്ടാവും. ഇങ്ങനെ കുറ്റങ്ങളല്ലാതെ ഞാൻ വേറൊന്നും അവിടെ കാണുന്നില്ല. എന്തെങ്കിലും ചെയ്താൽ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങനെ ആക്കരുത്, ഇങ്ങനെ ആക്കരുത് എന്നുള്ളത് മാത്രമാണ് പറയുന്നുള്ളൂ. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ നടക്കുന്നത്, എന്തിനാണ് നിങ്ങൾ അങ്ങനെ നടക്കുന്നത്, ഞാൻ ഇവിടെ സ്നേഹം കാണുന്നില്ലാലോ. ഒരു കുട്ടി എഴുതിയതാണ്. ഞാൻ ഇവിടെ നമ്മള് മക്കളെ സ്നേഹിക്കുന്ന ഒരാളെയും ഞാൻ കാണുന്നില്ലാലോ എന്നുള്ളത്. ഞാൻ എന്നും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. അധിക ക്ലാസ്സുകളിലും അധിക സ്ഥലത്തും ഞാൻ കേൾക്കുന്ന ഒരു കാര്യമാണ്, അധിക പാരന്റ്സും പറയുന്ന കാര്യമാണ്. ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾ എന്താ ഇങ്ങനെ, ഒന്ന് പറയുമ്പോ ഇങ്ങനെ, ഒന്ന് പറയുമ്പോ അങ്ങനെ. കുറ്റമല്ലാതെ ആരെങ്കിലും ഒരു നല്ല വാക്ക് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇനി എന്റെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം. അതായത് നമ്മുടെ ഇപ്പത്തെ ജനറേഷൻ ഭയങ്കര രസാണ്, ഭയങ്കര അടിപൊളിയാണ്, നീ ഭയങ്കര ആടോ എന്ന് പറയുന്ന എത്ര പാരന്റ്സ് ഉണ്ടാവും. അവർ വലുതായി കഴിയും, നിനക്ക് ഇങ്ങനത്തെ ടാലന്റ് ഉണ്ടല്ലേ, നിനക്ക് ഇങ്ങനെ ചെയ്യാം, അത്രയും സ്നേഹത്തോടെ നമ്മൾ മക്കളെ പറയണം. കാരണം എല്ലാ കുട്ടികളും, എനിക്ക് പേഴ്സണലി ടീനേജ് കുട്ടികൾ വന്നിട്ട് എന്നോട് പറയുന്ന കാര്യമാണ്, എല്ലാവരും നമ്മളെ ഈ ജനറേഷനെ പറ്റി കുറ്റമല്ലാതെ വേറൊന്നും പറയുന്നില്ലല്ലോ എന്നുള്ളത്. അപ്പൊ അവരുടെ മൈൻഡിൽ എന്താണ്, ഇപ്പത്തെ ഈ ജനറേഷനിലെ വലിയ വലിയ ആൾക്കാരൊക്കെ എന്നും ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ആ സെയിം സംഭവമാണ് ഈ കുട്ടി ന്യൂസിൽ എഴുതിയിട്ടുള്ളത്. നിങ്ങളെല്ലാം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്, ഹലാലായ മീറ്റ്, വലിയ വലിയ പള്ളികൾ, വലിയ വലിയ മദ്രസകൾ, ഒരുപാട് ക്ലാസ്സുകൾ, എവിടെയും ഞാൻ സ്നേഹം കാണുന്നില്ലല്ലോ. ഇതാണോ ദീൻ എന്നുള്ളത്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഏതെങ്കിലും സഹാബി ആ കുട്ടികള് ഇങ്ങനെ ഒരു എഴുതും എന്നുള്ളത്? ഒരിക്കലും എഴുതൂല. കാരണം എന്താ, എല്ലാ സഹാബാക്കൾക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വളർന്ന എല്ലാ കുട്ടികളിലും എന്ത് കിട്ടിയിട്ടുണ്ട്? ആ ഒരു സ്നേഹം ശരിക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒരു ഇമോഷണൽ ബ്ലോക്ക് നല്ലോണം അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മളെ കുട്ടികൾക്ക് എന്ന് പറഞ്ഞാല് വലിയ വലിയ പള്ളികളോ അതൊന്നും കുട്ടികൾ നോക്കൂല. കുട്ടികൾ ജസ്റ്റ് നോക്കുന്നത് എങ്ങനെയാണ് ആ കുട്ടിയോട് പെരുമാറുന്നത് എന്നുള്ള രീതി മാത്രമാണ്. ചെറിയ കുട്ടികളാണെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ, വലിയ കുട്ടികളാണെങ്കിൽ എന്നെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ, ഞാൻ പറയുന്ന വാക്കിന് എന്തെങ്കിലും വില ഉണ്ടോ, ഇതൊക്കെ കുട്ടികൾ നോക്കും, ഉറപ്പാണ്. ആ ഒരു റെസ്പെക്ട് എന്ന് പറഞ്ഞൊരു കുട്ടിക്കും ഉണ്ട്, ചോയ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. നമ്മള് എനിക്കെല്ലാം അറിയാം, ഞാൻ പറയുന്നത് നീ കേട്ടാൽ മതി എന്നുള്ള ആ ഒരു വാക്ക് എത്രത്തോളം ആ കുട്ടികളിലേക്ക് എഫക്റ്റ് ആവുമെന്ന് ശരിക്കും മനസ്സിലാക്കുക നമ്മള്. അപ്പം കുട്ടികളെ ജസ്റ്റ് നോക്കുന്നത് എന്നെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ, അവർ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ,
എന്നെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട് അവർ, ഇതൊക്കെ മാത്രമാണ് കുട്ടികൾക്ക് വേണ്ടുള്ളൂ. അതില്ലാണ്ട് നിൽക്കുമ്പോഴാണ് കുട്ടികൾ എവിടത്തേക്ക് പോകുന്നത്? നെഗറ്റീവ് ആയിട്ടുള്ള എൻവിറോൺമെന്റിലേക്ക് പോകുന്നത്. ക്ലബ് ആയിക്കോട്ടെ, മ്യൂസിക് ആയിക്കോട്ടെ, ഫ്രണ്ട്സിന്റെ കൂടെ. അവർക്ക് വീട്ടിലും സ്നേഹം കിട്ടുന്നില്ല, പുറത്തും അവർക്ക് കിട്ടുന്നത് എവിടെ നിന്ന് മാത്രമാണ്? അവരുടെ രസമില്ലാത്ത ആ ഒരു ടൈപ്പ് ഓഫ് ഫ്രണ്ട്സിന്റെ അടുത്ത് അവർ സന്തോഷം കണ്ടെത്താൻ വേണ്ടി പോകുന്നു. വീട്ടിൽ അവർക്കൊന്നും കണ്ടെത്താൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പള്ളിയിൽ പോയാൽ അവിടെയും കണ്ടെത്താൻ പറ്റുന്നില്ല. അപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലെ ഇമാമിനോട് പറഞ്ഞ കാര്യം, സുബ്ഹാനല്ലാഹ്. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറയുക? നിങ്ങൾ നമസ്കരിക്കുന്ന സമയത്ത്, അതായത് ഇമാമായിട്ട് നമസ്കരിക്കുന്ന സമയത്ത് ഇമാമിനോട് പറയുന്നതാണ്, നിങ്ങൾ നമസ്കാരം ഷോർട്ട് ആക്കുക എന്നുള്ളത്. നമസ്കാരം ചുരുക്കുക, അങ്ങനെ ഭയങ്കര ലോങ് ആയിട്ട് സൂറത്ത് ബക്കറയും അതും ഇതൊന്നും ഓതരുത്. ഖുൽ റബ്ബിന്നാസോ ഖുൽ റബ്ബിൽ ഫലക്കോ ആ ഒരു രീതിയിൽ ഓതുക എന്നുള്ളത്. കാരണം എന്താണ്? അതിൽ ഒരു റീസൺ എന്ന് പറഞ്ഞാല്, നമ്മൾ ഇതിലെന്താ വായിക്കുക? സ്ത്രീകൾ, കുട്ടികളെയും കൊണ്ടുള്ള സ്ത്രീകൾ ഉണ്ടാവും എന്നുള്ളത്. പക്ഷെ അത് മാത്രല്ല, അവിടെ എന്തും കൂടിയാ പറഞ്ഞിരുന്നത്? കുട്ടികൾ ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ ആ ഒരു പോയിന്റ് അവിടെ മിസ് ചെയ്യുന്നതാണ്. നമ്മൾ ഇതിൽ കാണുമ്പോൾ എന്താണ്? സുഖമില്ലാത്ത ആൾക്കാരുണ്ടാവും, പ്രായമുള്ള ആൾക്കാരുണ്ടാവും, കുട്ടികളെയും കൊണ്ടുവന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ അവിടെ നമ്മൾ മിസ് ചെയ്ത കാര്യം, കുട്ടികളും ഉണ്ട് അവിടെ. അതും കൂടിയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. കാരണം എന്താ? കുട്ടിക്ക് ഒരുപാട് നേരം നിസ്കാരത്തിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റുമോ? ഇല്ല. അവർക്ക് കളിക്കാൻ പോകണം, അവർക്ക് കുറച്ചു നേരം മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത്ര വരെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളോട് കെയർ ചെയ്തത്. നമസ്കാരം വരെ ചുരുക്കിക്കോളൂ, കാരണം എന്താണ്? കുട്ടിക്ക് അത് കഴിഞ്ഞിട്ട് കളിക്കാൻ പോകണം. ഇതൊക്കെ നമ്മളെ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രത്തോളം ആയിരിക്കും അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെടുക. അപ്പൊ ഇതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, എൻവിറോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്, പോസിറ്റീവ് ആയിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം അവരെ റിവാർഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഭയങ്കരമായ നല്ല കാര്യങ്ങൾ പറയാ, ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. ഇതിൽ ഈ ഒരു സെഷനിൽ ഞാൻ ഒറ്റൊരു ഹദീസ് മാത്രമാണ് കോട്ട് ചെയ്യുന്നത്. ഓക്കെ, അബ്ദുല്ല ഇബ്നു അബ്ബാസ്, ഇവിടെ ക്യാമറ ഹോൾഡ് ചെയ്യുന്നത് അബ്ദുല്ല ഇബ്നു അബ്ബാസ്. നമുക്കറിയാലേ പ്രായം എത്രയാ? ഈ ഒരു ടൈം പ്രായം എന്ന് പറയുന്നത് 10 11 ആ ഒരു ഏജുള്ള സമയമാണ്. അപ്പൊ അബ്ദുല്ല ഇബ്നു അബ്ബാസ് ക്യാമറ ഹോൾഡ് ചെയ്യുന്നതാണ്. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബാത്റൂമിലേക്ക്, ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ബാത്റൂമിലേക്ക് പോകുന്നത് അബ്ദുല്ല ഇബ്നു അബ്ബാസ് നമുക്ക് കാണിച്ചിരുന്നതാണ്. ആ കുട്ടി നമുക്ക് കാണിച്ചു തരുന്നതാണ്. അത് പോയ സമയത്ത് ഈ കുട്ടി എന്ത് ചെയ്തു? വേഗം പോയിട്ട് വെള്ളം എടുത്തിട്ട് അവിടെ പുറത്ത് വെച്ചു. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പുറത്തിറങ്ങി വന്നതിന് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, ഇത് ആരാണ് വെള്ളം കൊണ്ടുവച്ചത് എന്നുള്ളത്. അപ്പൊ ആ സമയത്ത് പറയുന്നുണ്ട്, ഞാനാണ്, അബ്ദുല്ല ഇബ്നു അബ്ബാസ് ആ കുട്ടിയാണെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കണ്ടത് അവിടെ തലയിൽ ഇങ്ങനെ, സൗണ്ട് കേൾക്കുന്നില്ല? ക്ലിയർ ആണോ? ഓക്കെ, അൽഹംദുലില്ലാഹ്. ഓക്കെ, ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ല ഇബ്നു അബ്ബാസിന്റെ തലയിലൊക്കെ ഇങ്ങനെ തടവിട്ട് ഈ ഒരു ദുആ പറഞ്ഞു, അല്ലാഹുമ്മ ഫഖിഹു ഫിദ്ദീൻ വഅല്ലമഹു തഅവീല. യാ അല്ലാഹ്, നീ അവനക്ക് ദീനിനെ പറ്റിയിട്ടുള്ള എല്ലാ നോളജും കൊടുക്കണേ, ദീനിനെ പറ്റിയിട്ട് ശരിക്കും മനസ്സിലാക്കി കൊടുക്കണേ എന്നുള്ളത്, ഖുർആനിനെ പറ്റിയിട്ടുള്ള ആ ഒരു അറിവും കൊടുക്കണേ എന്നുള്ളത്. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്, ജസ്റ്റ് ഒരു വെള്ളമാണ് അവിടെ കൊണ്ടുവച്ചത്. ഒരു വെള്ളമല്ലേ, ജസ്റ്റ് ഒരു വെള്ളം പുറത്തേക്ക് കൊണ്ടുവച്ചതിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും വലിയ ദുആ പറഞ്ഞു കൊടുക്കുന്നതാണ്. എത്രത്തോളം ആയിരിക്കും ഈ ഒരു കുട്ടിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവുക? അത്രത്തോളം ഭയങ്കര രസമായിരിക്കും, ഭയങ്കര ഒരു അഭിമാനത്തിന്റെ ആ ഒരു ഫീലിംഗ് ആയിരിക്കൂലേ. നമ്മള് ഫസ്റ്റത്തെ സെഷനിൽ നോക്കിയപ്പോ എന്താ മനസ്സിലാക്കിയത്? അബ്ദുല്ല ഇബ്നു അബ്ബാസ് 30 മാസം മാത്രമായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിന്നത്. ഓക്കെ, പക്ഷെ ഒരുപാട് ഹദീസുകളും ഈവൻ തഫ്സീർ വരെ അബ്ദുല്ല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെത് ഉണ്ട് അല്ലേ. അപ്പം ആ ഒരു പൊസിഷനിൽ എത്തണമെങ്കിൽ, ഇത്രത്തോളം ഫേമസ് ആവണമെങ്കിൽ ഈ ഒരു ദുആ ആണ്. ഈ ഒരു ദുആ പറഞ്ഞത് കൊണ്ടാണ്. ഈ ഒരു ദുആ പറയണമെങ്കിൽ എന്ത് കാരണം എന്താണ്? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. ഇനി ഈ അബ്ദുല്ല ഇബ്നു അബ്ബാസ്, ഈ ഒരു കുട്ടി വെള്ളം കൊണ്ടുവന്നിട്ടില്ല, ഈ ഒരു ദുആ കിട്ടുമായിരുന്നോ? ഈ വെള്ളം കൊണ്ടുവരുന്നത് എന്തുകൊണ്ടാണ്? ഒന്നാമത്തെ കാര്യം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ടം, ഭയങ്കരമായുള്ള ഇഷ്ടമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വെള്ളം അവിടെ കൊണ്ടുവരാൻ വേണ്ടി തോന്നിയത്. നമ്മളില് നമ്മളെ മക്കള് നമ്മളെ ഇഷ്ടപ്പെട്ടിട്ട് പല കാര്യങ്ങളും ചെയ്യും. ഒന്നുകിൽ ചില പാരന്റ്സ് മൈൻഡ് ആക്കൂലത്, നല്ല തന്നെയെന്ന് പറഞ്ഞിട്ട് അങ്ങ് വിടും. ചില പാരന്റ്സ്, നീ എന്തിനാ ഇതിപ്പോ ചെയ്തതിന്, നീ എന്തിനാ അങ്ങനെ ആക്കിയെന്ന് പറയും. നേരെ മറിച്ചിട്ട് ആ സമയത്ത് സുബ്ഹാനല്ലാഹ്, നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം തരട്ടെ, നിന്നെ അങ്ങനെ ആക്കട്ടെ, അല്ലെങ്കിൽ പോയിട്ട് ഒരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കോ, ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യം ചെയ്തു കൊടുക്കേ, ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. അപ്പൊ എവിടെ ആ കുട്ടിക്ക് ആ ഒരു
ഒന്നും കിട്ടുന്നില്ല. പിന്നെ എങ്ങനെയാ നമ്മൾ ആ കുട്ടികളിലേക്ക് നമസ്കാരത്തിനോടുള്ള ഇഷ്ടം വരുന്നത്? നമ്മൾ എങ്ങനെയാ പറയാ? ഒരു ഇബാദത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എൻവറോൺമെന്റ് കൊടുക്കുന്നില്ല, നമ്മൾ അവരെ റിവാർഡും ചെയ്യുന്നില്ല. ഇനി ഫൈനൽ ആയിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചാല്, നമ്മള് കുട്ടികളെ ഒരു റെസ്പോൺസിബിലിറ്റി ആക്കുക എന്നുള്ളതാണ്. അതായത് ഒരു ഹദീസും കൂടി പറയാം. അതായത് ഒരു ദിവസം അബ്ദുല്ല ഇബ്നു അബ്ബാസ് മൈമുന എന്ന് പറഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണ്. അവിടെയാണ് കടന്നുറങ്ങുന്നത്. ഈ മൈമുന റളിയല്ലാഹു അൻഹുവിന്റെ ആന്റിയാണ് അബ്ദുല്ല ഇബ്നു അബ്ബാസിന്റെ ആന്റിയാണ് മൈമുന. ഓക്കെ, അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് കയറി വന്നപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യനോട് ചോദിക്കുന്നതാണ്, അവൻ ഉറങ്ങിയോ എന്നുള്ളത്. ആ സീന് ജസ്റ്റ് ആലോചിച്ച് നോക്കാം. നമ്മൾ ആ ഒരു ക്യാമറയിൽ കാണാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് കയറുന്ന, ഭാര്യനോട് ചോദിക്കുന്ന അവൻ ഉറങ്ങിയോ എന്നുള്ളത്. അപ്പം ഭാര്യ പറയുന്നത് അവന് കടന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തഹജ്ജുദിന് വേണ്ടിയിട്ട് എന്താക്കുന്നതാണ്, അവിടെ നിൽക്കുന്നതാണ്. ആ സമയത്ത് അബ്ദുല്ല ഇബ്നു അബ്ബാസ് കുട്ടിയാണെ, വലിയ സഹാബിയായിട്ട് കാണരുത്, 10-11 വയസ്സുള്ള കുട്ടി. ആ കുട്ടി പെട്ടെന്ന് ഉറക്കത്ത് നട്ടിയപ്പം കാണുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തഹജ്ജുദ് നമസ്കരിക്കുന്നതാണ്. വേഗം എന്താക്കി എഴുന്നേറ്റിട്ട് വുളു എടുത്തിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നിട്ട് നിന്നു. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്തത്, കൈയോട് ഈ കുട്ടിയെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് നിർത്തിച്ചു. എന്ത് പറഞ്ഞില്ല, നിസ്കരിച്ച് കഴിഞ്ഞാൽ പാടി ഇങ്ങനെ പറഞ്ഞു, നീ എന്തിനാ എണീച്ചത്, നീ ചെറിയ കുട്ടിയല്ലേ, പോയി ഉറങ്ങിയാട്ടെ, നാളെ സ്കൂളിലുള്ളതല്ലേ, പോയി ഉറങ്ങിയാട്ടെ. ഇതൊന്നും പറഞ്ഞില്ല. അപ്പൊ നമ്മളാണെങ്കിൽ നമ്മൾ പറയും, എന്താ നീ എന്തിന് പായിരക്കല്ല ഇങ്ങനെ എണീക്കുന്നേ, നീ പോയി ഉറങ്ങിയാട്ടെ, നാളെ സ്കൂളുള്ളതല്ലേ. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്നേഹത്തോടെ എന്താക്കി ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് അവിടെ നിർത്തിച്ചു. എന്നിട്ടാണ് ബാക്കി ഹദീസുകൾ വരുന്നത്. ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്ത് ബഖറയും സൂറത്ത് ആലി ഇമ്രാൻ ഇതൊക്കെ ഓതുന്നത് കണ്ടു എന്നൊക്കെ പറയുന്നത്. അപ്പൊ മെയിൻ ആയിട്ടുള്ള ഫോക്കസ് എന്താ ഇതിൽ നോക്കേണ്ടത്, റസൂൽ സല്ലല്ലാഹു ആ കുട്ടി തഹജ്ജുദിന് എഴുന്നേറ്റു എന്നുള്ളതാണ്. ആ തഹജ്ജുദിന് വിളിച്ചിരുന്നോ, തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നോ, ഇല്ല. പക്ഷെ ആ കുട്ടി തഹജ്ജുദിന് എഴുന്നേറ്റു എന്നുള്ളതാണ്. കാരണം എന്താണ്, ഏറ്റവും ഫസ്റ്റത്തെ കാര്യം ഇമോഷണൽ ബ്ലോക്ക്. ഇതാണ് മെയിൻ ആയിട്ടുള്ളത്. വേറെ ഒരു ഇതെന്ന് വെച്ചാല് അമ്ര ഇബ്നു സലാമ എന്ന് പറഞ്ഞ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഈ കുട്ടി എന്ന് പറയുന്നത് മദീനയില് താമസിച്ചതാണ്. ഓക്കെ, സോറി, മദീനയിലല്ല, മദീനയുടെ പുറത്ത് താമസിക്കുന്ന ഒരു കുട്ടിയാണ്. ഇന്നേ വരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിട്ടില്ല. ഓക്കെ, അമ്ര ബിൻ സലാമ എന്ന് പറഞ്ഞ ഒരു കുട്ടി. അപ്പം ഈ കുട്ടി വലുതായപ്പോ ഹദീസ് ഈ നെറേറ്റ് ചെയ്യുന്നതാണ്. അതായത് ഞാൻ എന്റെ ആൾക്കാരുമായിട്ട് മദീനയുടെ പുറത്ത് താമസിക്കുന്നതായിരുന്നു. അപ്പം നമ്മൾ എങ്ങനെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി അറിയാന്ന് വിചാരിച്ചാല്, മദീനയിൽ നിന്ന് ഈ കച്ചവടത്തിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ പുറത്തേക്ക് വരുമല്ലോ, ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹാബാക്കൾ വരുമല്ലോ. ആ സമയത്ത് ഈ സഹാബാക്കളോട് നമ്മൾ ചോദിക്കും, എന്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത് എന്നുള്ളത്. ആ സമയത്ത് ഇവർ സഹാബാക്കൾ നമുക്ക് പഠിപ്പിച്ചു തരും, ഇന്ന സൂറത്താണ്, എന്നിട്ട് ആ സൂറത്ത് നമുക്ക് പറഞ്ഞു തരും, ഇന്ന് വഹ്യ വന്നിട്ടുണ്ട്, എന്നിട്ട് ആ സൂറത്തിന്റെ പേര് പറഞ്ഞു തരും. ആ സമയത്തൊക്കെ ഈ കുട്ടി പറയുന്നത് എന്താന്ന് വെച്ചാല്, ഞാൻ ആ സമയത്ത് ഈ സഹാബാക്കള് പറഞ്ഞിരുന്ന സമയത്തൊക്കെ ഞാൻ അത് കാണാപ്പാഠം പഠിക്കുമായിരുന്നു എന്നുള്ളത്. ഓക്കെ, അമ്ര ഇബ്നു സലാമ പറയുന്നതാണ്, ഞാൻ ആ സമയത്ത് എന്തൊക്കെയാണോ സഹാബാക്കൾ പറയുന്നത് അതൊക്കെ ഞാൻ കാണാപ്പാഠം പഠിക്കും. എന്നിട്ട് പറയുന്നുണ്ട്, അതിനുശേഷം ഞാൻ നമസ്കരിക്കാൻ വേണ്ടി പഠിച്ചു എന്നുള്ളത്, നിസ്കരിക്കൽ എങ്ങനെയാന്ന് ഞാൻ പഠിച്ചു എന്നുള്ളത്. ഓക്കെ, ഇനിയിപ്പോ ഈ ഒരു ഹദീസിൽ എന്താ ഇത്ര വലിയ സ്പെഷ്യൽ ഉള്ളത്? ഇവിടെയാണ് ട്വിസ്റ്റ് വരുന്നത്. അതായത് ഒരിക്കല് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പോയിട്ട് ഈ ആൾക്കാരുണ്ടാവുമല്ലോ, ഈ ഒരു കമ്മ്യൂണിറ്റിയിലെ വലിയ വലിയ ആൾക്കാരുണ്ടാവുമല്ലോ, നമ്മുടെ ഇക്കാലത്ത് പറയുകയാണെങ്കിൽ നമ്മളെ മന്ത്രി എന്നൊക്കെ പറയുമല്ലോ. അപ്പം അതുപോലെ ആ ഒരു ട്രൈബിലുള്ള വലിയ ആള് എന്താക്കി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, നമ്മൾ നമസ്കരിക്കാനൊക്കെ പഠിച്ചു, ഇനി നമ്മൾ ജമാഅത്തായിട്ട് നമസ്കരിച്ചോട്ടെ എന്നുള്ളത്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓക്കെ, ഇനി നിങ്ങൾ ജമാഅത്തായിട്ട് നമസ്കരിച്ചോ എന്നുള്ളത്. അപ്പൊ ആ സമയത്ത് ആ ട്രൈബിലുള്ള വലിയ തലവന് ചോദിക്കുന്നുണ്ട്, ആരാണ് ലീഡറായിട്ട് നിൽക്കേണ്ടത്, ആരാണ് ഇമാമായിട്ട് നിൽക്കേണ്ടത്? അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ആർക്കാണോ ഏറ്റവും കൂടുതൽ ഖുർആൻ അറിയുന്നത് അവർ നിന്നോളട്ടെ. അപ്പം ഈ ട്രൈബിലെ ലീഡറിന്റെ പ്രായം എന്ന് പറയുന്നത് 60 വയസ്സാണ്. പക്ഷെ ഖുർആന് അത്രയൊന്നും അറിയില്ലായിരുന്നു, കുറച്ച് മാത്രമേ അറിയൂ. ജസ്റ്റ് ആലോചിച്ച് നോക്കണം. എന്നിട്ട് ഇവർ എല്ലാവരും പോയത് ആരുടെ അടുത്തേക്കാണ്, ഈ കുട്ടിയുടെ അടുത്തേക്കാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എത്ര അറിയാം, ഖുർആനിൽ എത്ര അറിയാം എന്നുള്ളത്. എന്നിട്ട് ഈ കുട്ടി പറയുന്നത്, എനിക്ക് ഇന്നിന്ന ആയത്തുകളൊക്കെ അറിയാം എന്ന് പറയുന്നുണ്ട്. ആ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എത്രത്തോളം ആൾക്കാരുണ്ടാവും, അത്രയും ആൾക്കാരുടെ ഈ കുട്ടിക്കാണ് ഏകദേശം കുറച്ചെങ്കിലും സൂറത്തുകൾ അറിയുന്നത്. ഹാഫിദ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, കുറച്ചെങ്കിലും സൂറത്തുകൾ അറിയുന്നത്. എന്നിട്ട് അവർ എന്ത് തീരുമാനിച്ചു, അങ്ങനെയാണെങ്കിൽ ഇവൻ ഇമാമ നിന്നോളട്ടെ. അത്രയും വലിയ ട്രൈബ്, വലിയ ആൾക്കാരുണ്ട്, വലിയ പ്രായമുള്ള ആൾക്കാരുണ്ട്, വലിയ വലിയ ആൾക്കാരുണ്ട്. എന്നിട്ട് ഇമാമായിട്ട് നിൽക്കുന്നത് ഈ കുട്ടിക്ക് എത്ര പ്രായം, 7 വയസ്സ്.
ജസ്റ്റ് 7 വയസ്സ് മാത്രമേ ഉള്ളൂ. അപ്പം ആ കുട്ടി അവിടെ ഇമാമായിട്ട് നിൽക്കുന്നതാണ്. ആ ഇമാമായിട്ട് നിൽക്കുന്ന സമയത്ത് വേറൊരു ഫൺ പാർട്ട് എന്താന്ന് വെച്ചാൽ, അതിന്റെ ബാക്കി ഹദീസ് നോക്കുന്ന എന്താന്ന് വെച്ചാല്, ഈ കുട്ടി സുജൂദിലേക്ക് പോകുന്ന സമയത്ത് കുഞ്ഞു ട്രൗസറാണ് ഇട്ടിട്ടുള്ളത്. സുജൂദിലേക്ക് പോകുന്ന സമയത്ത് ബാക്ക് സൈഡ് കാണാൻ വേണ്ടിട്ട് തുടങ്ങി. അപ്പൊ അവിടെ സ്ത്രീകൾ പറഞ്ഞു, നിങ്ങളെ ഇമാമിനെ, നിങ്ങളെ ലീഡറിനെ കവർ ചെയ്യുന്ന പറഞ്ഞു. അങ്ങനെ നമസ്കാരം കഴിഞ്ഞപ്പം എല്ലാരും കൂടിയിട്ട് എന്താക്കി, വലിയൊരു ട്രൗസർ എന്താക്കി ഈ കുട്ടിക്ക് ഇട്ടുകൊടുത്തു. ആ സമയത്ത് ഈ കുട്ടി പറയുന്നുണ്ട്, വല്ലാഹി എനിക്ക് എല്ലാ വസ്ത്രത്തിനേക്കാളും കൂടുതൽ ഇഷ്ടം ഈ ഒരു ട്രൗസർ ആണെന്നുള്ളത്. കാരണം എനിക്ക് ഇമാമായിട്ട് നിൽക്കാൻ പറ്റിയൊരു ചാൻസ് എന്റെ ആ ഒരു ഡ്രസ്സ് ഇതിലൂടെയാണ് എന്നുള്ളത്. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ, നമ്മൾ എല്ലാവരും നിൽക്കുന്ന സമയത്ത് ഒരു കുട്ടിക്ക് ഏറ്റവും നല്ല ഖുർആൻ അറിയാം, എന്നിട്ട് ആ കുട്ടീനെ അത്രത്തോളം പദവിയോട് കൂടി ആ ഒരു ഇമാമിന്റെ ആ ഒരു പൊസിഷനിൽ നിർത്തിക്കുന്ന സമയത്ത് എത്രത്തോളം ആയിരിക്കും ആ കുട്ടിക്ക് ഫീൽ ചെയ്യുക? ഓക്കെ, ഞാൻ ഭയങ്കരാണ്, ഞാനൊരു റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരാളാണെന്നുള്ള ആ ഒരു ഫീലിംഗ് ഓട്ടോമാറ്റിക് ആയിട്ട് ആ കുട്ടിക്ക് വന്നു. ഇതായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ഇബാദത്തുകളും കുട്ടിയെ ഇഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഒന്ന് പോസിറ്റീവ് ആയിട്ടുള്ള എൻവിറോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ എന്താക്കുക, നമ്മളെ കുട്ടികളെ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും, ഏത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും, എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, ഈവൺ ഇപ്പൊ നമസ്കരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ആ കുട്ടിക്ക് വേറെ തന്നെ ഒരു ഡ്രസ്സൊക്കെ നമ്മൾ വാങ്ങിയിട്ട് നല്ല സെറ്റ് ആക്കിയിട്ട് ഒരു ഗിഫ്റ്റ് ആക്കിയിട്ട് കൊടുക്കുക, ഇതെനിക്ക് നിസ്കരിക്കുമ്പോൾ ഇട്ടിട്ട് വരണം എന്നുള്ളതിൽ. അങ്ങനെ പല രീതിയിൽ റിവാർഡ് ചെയ്യുക, പല രീതിയിൽ അവരെ റെസ്പോൺസിബിലിറ്റി ആക്കുക. ഓക്കെ, നിനക്ക് ചെയ്യാൻ പറ്റിയത് നിനക്കേ ചെയ്യാൻ പറ്റൂ എന്നുള്ള ആ ഒരു ഫീലിംഗ് എന്താക്കുക അവരിൽ കൊണ്ടുവരും. അങ്ങനെയാണെങ്കിൽ അവർക്ക് സന്തോഷം വരും, കൂടെ തന്നെ എന്തും വരും, അവർക്ക് മനസ്സിലാവും, ഓക്കെ എന്റെ ഉമ്മയും ഉപ്പയും എന്നെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, എന്റെ ചോയ്സിന് വിലയുണ്ട്, എനിക്കും ഇവിടെ ഒരു വില ഉണ്ട് എന്നുള്ളത്, ഈ വീട്ടില് എനിക്കും ഒരു വില ഉണ്ട് എന്നുള്ളത്. അപ്പം മനസ്സിലാക്കുക, നമ്മളെ ഫസ്റ്റത്തെ മെയിൻ കാര്യം എന്താണ്? ട്രെയിനിങ് മാത്രമാണ്. ഒരു കുട്ടി ഒരു ദിവസം നമസ്കരിച്ചിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ടെൻഷൻ അടിക്കരുത്. കാരണം ആ കുട്ടി ട്രെയിനിങ് പീരീഡിലാണുള്ളത്. നമുക്കാണ് നിർബന്ധം, ആ കുട്ടിക്ക് നിർബന്ധമില്ല. 3 വർഷമുണ്ട്. ആ 3 വർഷത്തിൽ എന്താക്കുക, നമ്മളെ എഫേർട്ട് നല്ലോണം കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. ആ കുട്ടീനെ ഓർമ്മിപ്പിക്കുക. പക്ഷെ നിസ്കരിക്കുന്ന പറയുമ്പം അതന്നെ ഒരു ദേഷ്യം പിടിച്ചിട്ടാവാൻ പാടില്ല. ചിലപ്പം ചില പാരന്റ്സ് ഉണ്ടാവും, എന്താ ചെയ്യാ, പോയി നിസ്കരിച്ചാട്ടെ, നമ്മളെന്ത് ചെയ്യും, പാത്രം കഴുകുന്നത്, ബാങ്ക് കൊടുത്തിട്ടുണ്ടാവും, ഓക്കെ, നമ്മൾ പ്ലേറ്റ് കഴുകുന്നതായിരിക്കും, എന്നിട്ട് കുട്ടീനോട് പറയും പോയി നിസ്കരിക്കുക എന്നുള്ളത്. ആ കുട്ടി കളിക്കുന്നതായിരിക്കും. നമ്മൾ പാത്രം കഴുകുന്നത് നമ്മൾ എത്രത്തോളം ഭയങ്കരമായിട്ട് കാണുന്നുണ്ടോ, അതുപോലെ തന്നെ ആ കുട്ടി കളിക്കുന്നത് ആ കുട്ടിക്ക് ഭയങ്കരമാണ്. അപ്പൊ നമ്മൾ ചെയ്യാണ്ട് കുട്ടികളോട് പോയിട്ട് നിസ്കരിക്കും പറഞ്ഞാൽ കുട്ടിക്ക് അതെങ്ങനെ എഫക്റ്റ് ആവുക? നേരെ മറിച്ച് നമ്മൾ ബാങ്ക് കൊടുത്തപ്പം അതൊക്കെ അവിടെ വെച്ചിട്ട് കുട്ടിയോട് പോയി ചോദിക്കുന്നുണ്ട്, റെഡിയാണോ, നമുക്ക് നമസ്കരിക്കാൻ പോയാലോ, അള്ളാഹ് വിളിക്കുന്നുണ്ട്. ആ ഒരു രീതിയിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ആ കുട്ടീനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടെന്നും ആ കുട്ടീനെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ടെന്നും, ഇതൊരു ബാറ്റിലല്ല, ഒരു യുദ്ധമല്ല എന്ന് ശരിക്കും മനസ്സിലാക്കുക. അധികം ആൾക്കാരുടെയും പ്രശ്നമാണ് നമ്മളൊരു യുദ്ധമായിട്ടാ കാണാം. നിസ്കരിക്കുക, നീ എന്താണ് നിസ്കരിക്കാത്ത, നീ എന്താണ് ഇങ്ങനെ, എന്നും ചെയ്യാത്ത കാര്യങ്ങൾ മാത്രം ഇങ്ങനെ എടുത്ത് പറയരുത്. നീ എന്താ അങ്ങനെ ആക്കാത്ത, നീ എന്താ ഇങ്ങനെ ആക്കാത്ത എന്ന് പറയുന്നതിന്റെ പകരം, നീ ഇങ്ങനെ ആക്കീനല്ലേ, നീ ഇങ്ങനെ ചെയ്തിനല്ലേ, നീ നിസ്കരിച്ചു. ഓരോ നമസ്കാരം കഴിഞ്ഞാലും, അതായത് 7 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള ഓരോ നമസ്കാരം കഴിഞ്ഞാലും ആ കുട്ടിയെ ഒന്ന് തലോടുക, ആ കുട്ടിക്ക് ഒരു കിസ് കൊടുക്കുക. കാരണം ഇതൊക്കെ ഈ ഒരു ഇബാദത്ത് കുട്ടിയുടെ ലൈഫിൽ കൊണ്ടുവരണമെങ്കിൽ ഫസ്റ്റ് എന്ത് വേണം? പിന്നെയും നമ്മൾ ഫസ്റ്റ് പറഞ്ഞ കാര്യം, ഇമോഷണൽ ബ്ലോക്ക്. ഇതില്ലെങ്കിൽ എന്തുണ്ടാവൂല? ഈ അഖീദയും ഈമാനും ഉണ്ടാവൂല, ഇബാദത്തും ഉണ്ടാവൂല. അപ്പൊ ഫസ്റ്റ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, ശരിയാണ് നമുക്ക് ഭയങ്കര പണിയുണ്ട് അല്ലെ, വീട്ടിൽ കുറെ പണിയുണ്ട്, നമുക്ക് തന്നെ കുറെ ഖുർആൻ ക്ലാസ് ഉണ്ട്, നമുക്ക് തന്നെ കുറെ എക്സാം ഉണ്ട്. പക്ഷെ അള്ളാഹ് ചോദ്യം ചോദിക്കുന്നത് ഈ അമാനത്താണ്. ഈ അമാനത്തിൽ എന്ത് ചെയ്തു, എത്ര ടൈം, എത്ര എഫേർട്ട് എടുത്തു എന്നുള്ളതാണ്. അപ്പം കുട്ടികളെ ഇഷ്ടപ്പെടുക, മെയിൻ ആയിട്ടുള്ള കാര്യം ഇതാണ്, കോർ, ഇതാണ് ബേസ്. എത്രത്തോളം നിങ്ങൾ കുട്ടികളെ ഇഷ്ടപ്പെടുന്നോ അത്രത്തോളം ആ കുട്ടികളിൽ ഈമാനും ഇബാദയും നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാ മക്കളെയും ഈ ഈമാനും ഇബാദത്തും ഒക്കെ കൊണ്ടുവരുന്ന മക്കളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതൊരു ലാസ്റ്റ് അവർക്ക് അതൊരു ശീലമായിട്ട് മാറും, ഉറപ്പാണ്. അവർക്ക് പിന്നെ അതില്ലാണ്ട് നിൽക്കാൻ പറ്റൂല. ജസ്റ്റ് ആലോചിച്ചൊക്കെ 3 വർഷം അതന്നെ ചെയ്തുകൊണ്ടിരുന്നാല് എങ്ങനെയാ ആ കുട്ടിക്ക് പിന്നെ അത് മീൻസ് ഇഷ്ടത്തോടെയാണ് ചെയ്യുന്നത്. ആ 3 വർഷം ഇഷ്ടത്തോടെയാണ് ഒരു കാര്യം ചെയ്തുകൊണ്ടിരുന്നാൽ എങ്ങനെയാ പിന്നെ കുറച്ച് വലുതായി കഴിഞ്ഞാൽ അതില്ലാതെ അവർക്ക് പറ്റൂല. അവർക്ക് തന്നെ ഫീൽ ആവും, എന്തോ ഒഴിഞ്ഞത് പോലത്തെ ഒരു ഫീലിംഗ് അവർക്ക് എന്തായാലും വരും. അപ്പൊ നമ്മള്
പാരന്റ്സ് ആണ് മാറേണ്ടത്. ഞാൻ എന്നും പറയുന്ന കാര്യമാണ്, കുട്ടികളെ അല്ല മാറ്റാൻ നോക്കേണ്ടത്, നമ്മൾ പാരന്റ്സ് ഒന്ന് മാറുന്നുള്ളത്. നമ്മൾ മാറിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മക്കളും മാറും. നമ്മൾ എത്രത്തോളം കുട്ടികളെ ഇഷ്ടപ്പെടുന്നോ അത്രത്തോളം കുട്ടികളുടെ മനസ്സ് നമ്മൾ ക്ലിയർ ആണ്. നമ്മൾ എത്ര ഇഷ്ടപ്പെടുന്നോ അതിന്റെ ഇരട്ടി കുട്ടികൾ നമ്മളെ ഇഷ്ടപ്പെട്ടോളൂ. പിന്നെ നമ്മളൊരു കാര്യം പറയാന്ന്, നിസ്കരിക്കുന്നു പറയേ വേണ്ടുള്ളൂ, അവർ റെഡിയാണ്. ഹിജാബ് ഇടുന്ന് പറയേ വേണ്ടുള്ളൂ, അവർ റെഡിയാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും എളുപ്പാക്കി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതുബു ഇലൈക്.